ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ ഒരു ഡിവൈസാണ്. ഇത് നമ്മളുടെ ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഗെയിമിംഗ് ഇയർബഡ്സ് ആണ്. ഇതിപ്പോൾ നിങ്ങൾക്കൊരു നല്ല ബേസുള്ള മ്യൂസിക് ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. കാരണം ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പം വെച്ചിട്ട് കേൾക്കുമ്പോൾ ആ ഒരു ഇഫക്റ്റൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. നല്ലൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഐ റോബോട്ടിൻ്റെ അതൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇയർബഡ്സിനകത്താണെങ്കിലും ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് ഭയങ്കര കിടിലമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് 2 USB-ൻ്റെ ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് രണ്ടും പക്ഷേ ഫംഗ്ഷനിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ബേസിൽ അങ്ങനെ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് 45 മില്ലി സെക്കൻഡ്സിൻ്റെ ഒരു ലേറ്റൻസിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 മോഡുണ്ട്, ഒരു മ്യൂസിക്കും ഒന്ന് ഗെയിമിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗെയിമിങ് ചെയ്യുന്ന സമയത്ത് ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യുക. ജസ്റ്റ് 4 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി, അന്നേരം നിങ്ങൾക്ക് ഗെയിമിംഗ് മോഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ള മറ്റൊരു കാര്യം പറഞ്ഞാൽ ബ്ലൂടൂത്തിൻ്റെ 5.3 ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇയർബഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നു, പെട്ടെന്ന് ഊരി താഴെ പോകുമെന്നോ അങ്ങനെയുള്ളൊരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. നല്ല കിടിലായിട്ട് തന്നെ അവിടെ ഇരുന്നോളൂ. നല്ല സ്റ്റൈലിംഗ് ഒക്കെ ഉള്ളൊരു ഇയർബഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ അത് കുറച്ച് ജസ്റ്റേഴ്സും ഫങ്ഷൻസും ഒക്കെ ഉണ്ട്. നമുക്കിപ്പോൾ 1 ടാപ്പ് ചെയ്താൽ നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാൻ പറ്റും, ഡബിൾ ടാപ്പ് ചെയ്താൽ നെക്സ്റ്റിലേക്ക് പോകാൻ പറ്റും, പിന്നെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ 4 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗെയിമിംഗ് മോഡായിട്ട് സ്വിച്ച് ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഡൗൺ സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ചിലപ്പം എൻ്റെ ഡിവൈസ് മാത്രമാണോ അതൊന്നും അറിയത്തില്ല, യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ആദ്യത്തെ ഒരു 2-3 പ്രാവശ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒന്ന് വൈറ്റ്, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഗ്രേ. സോ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്നെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഇതൊരു വൈറ്റാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളി, അപ്പോൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചെളിയാവും ഈ വൈറ്റ് എടുത്ത് കാരണം. സോ നിങ്ങൾക്ക് ഒരു സജഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറൊക്കെ എടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് വന്നിട്ടുള്ളത്, ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തത് 1099 പക്ഷെ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. വൈറ്റിന് 1300-ഉം ബ്ലാക്കും ഗ്രേക്കും 1500 സംതിങ് ഒക്കെയാണ് വരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പം പ്രൈസിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. പിന്നെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് പുതിയൊരു ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ഇയർബഡ് വാങ്ങിക്കാനായിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല കിടിലൻ മ്യൂസിക് ക്വാളിറ്റിയും നല്ല ബേസ് ഒക്കെ തരുന്ന ഒരു ഇയർബഡാണിത്. പിന്നെ പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ സൈസാണ്. ഈ ഇയർബഡിൻ്റെ കേസിൻ്റെ സൈസ് ഇത് അത്യാവശ്യം വലുതാണ്, ഇത്രയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പോക്കറ്റിലൊക്കെ കൊണ്ടു നടക്കുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ടൊക്കെ ഫീൽ ചെയ്യാമെന്നൊക്കെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, കാരണം ഇത്രയും വലിയ സൈസ് ഉള്ളത് കാരണം. അത്രയും സ്മോൾ അല്ല, കോമ്പാക്റ്റ് ഒന്നുമില്ല, എന്താ ഇത്രയും ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇയർബഡിനെ പറ്റി പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ഡിസൈനും നല്ലൊരു ലൈറ്റിങ്ങും ഇഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ബേസാണ് ഇതിൻ്റേത്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇയർബഡിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത്രയും ചെറിയൊരു 1 വീക്ക് ആയിട്ടുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ലോങ് ടേം റിവ്യൂ ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.